ജിദ്ദയിൽ മലയാളി യുവാവിന് കവർച്ചാ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. മക്കയിൽ നിന്ന് ഉംറ കർമ്മം നിർവഹിച്ചെത്തിയ മലയാളി യുവാവിനെ കവർച്ചാ സംഘം മർദ്ദിച്ചവശനാക്കി പണവും രേഖകളും കവർന്നു. മലപ്പുറം തിരുത്തിയാട് സ്വദേശി ഹാസിലിനാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം മക്കയിൽ നിന്ന് ഉംറ നിർവഹിച്ച ശേഷം ജിദ്ദയിലെ കിലോ 10 നിന്ന് താമസ സ്ഥലത്തേക്ക് ഷെയർ ടാക്സിയിൽ വരുന്നതിനിടെയാണ് മർദ്ദനമേറ്റത്. കവർച്ചാ സംഘം ഹാസിലിനെ കാറിനകത്ത് വെച്ച് തന്നെ മർദ്ദിക്കുകയും ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. വസ്ത്രങ്ങളടക്കം വലിച്ചൂരിയാണ് സംഘം ആക്രമണം നടത്തിയത്. എന്നെ തല പിടിച്ചാണ് സീറ്റ് കണ്ട് അമർത്തി. എന്നിട്ട് സീറ്റിൽ എൻ്റെ മുഖം കണ്ട് അമർത്തിയിട്ട് എൻ്റെ തലയിൽ കയറിയിരുന്നു. കഴുത്തിലും അടിവയറ്റിലും ഇടിച്ചു. ഇത് നടക്കാൻ കഴിയാത്ത രൂപത്തിലായി ശ്വാസം നയിച്ച അവസ്ഥയായിരുന്നു. നാട്ടിലത്തെ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഒരുപാട് ബാങ്കിന്റെ കാർഡുകളുണ്ട്. എല്ലാം പോയി. ഫോൺ പോയി. അവിടുത്തെ ബാങ്കിലെ കാർഡുകൾ, ഇക്കാമ. പ്രവാസികൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ വിരളമല്ല. മർദ്ദനമേറ്റ അവശനായ ഹാസിൽ നാട്ടിലേക്ക് തിരിച്ചു. സൗദി അറേബ്യയിലെ അർക്കാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ജീവനക്കാരനാണ് ഹാസിൽ. പ്രവാസികൾക്ക് നേരെയുള്ള ഇത്തരം സംഭവങ്ങൾ വിരളമല്ല. ഒരിക്കലും അനധികൃത ടാക്സിയിൽ കയറാതിരിക്കുക. പരിചയമില്ലാത്ത ഒരാളുടെ കൂടെയും യാത്ര ചെയ്യാതിരിക്കുക.